പൊതുരാഷ്ട്രീയ രംഗത്തെ എം.എ. ബേബിയുടെ വളർച്ചയുടെ തുടക്കം തന്നെ സഖാവ് എൻ ശ്രീധരന്റെ വീട്ടിൽ നിന്നാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കേട്ടതും അന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ NS-ൽ നിന്നാണ്. എം.എ. ബേബിയുടെ സ്ഥാനലബ്ധിയിൽ വലിയ സന്തോഷത്തിലാണ് കുലശേഖരപുരത്തെ വീട്ടിലുള്ള പത്മാവതി അമ്മ. ഇളയ മകൻ ഒരു ജോലിയിൽ ഏർപ്പെടുന്നല്ലോ, നീ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റ് എഴുതി ഒരു ജോലി സമ്പാദിക്കണം, ഇതായിരുന്നു അമ്മയുടെ ആഗ്രഹം. എല്ലാം മൂളിക്കേട്ട ശേഷം നിശബ്ദമായി നോക്കി നിന്ന് യാത്ര ചെയ്യുന്ന ആ രംഗത്തിന് ഞാനും സാക്ഷിയായിട്ടുണ്ട്. അമ്മയുടെ ഈ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും തൻ്റെ വഴി മുൻപേ നിശ്ചയിക്കപ്പെട്ടിരുന്നു. വിദ്യാർത്ഥി നേതാവായിരുന്ന ബേബി കൊല്ലം കുലശേഖരപുരത്തെ വീട്ടിലേക്കാണ് പോയത്. ഇടതു ചേർന്നുള്ള എം.എ. ബേബിയുടെ രാഷ്ട്രീയ യാത്രയ്ക്ക് വഴിതെളിച്ചവരിൽ പ്രധാനി കമ്മ്യൂണിസ്റ്റ് നേതാവ് N. ശ്രീധരനായിരുന്നു. അവരെ കൊച്ചുങ്ങളായിട്ട് വളർത്തിക്കൊണ്ട് വന്നത് ചേട്ടൻ്റെ അവരെല്ലാം ഒരേ പ്രായക്കാരൊക്കെ തന്നെ. RS ബാബു ആയാലും എം.എ. ബേബി ആയാലും രാജേന്ദ്ര സാഹു ആയാലും എല്ലാം കിട്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി മാറ്റം വരുമെന്നേ ഉള്ളൂ. മോഹന് ഇവരെല്ലാം ഒരു പ്രായക്കാരും ഒരു തരക്കാരുമായിരുന്നു. നല്ല പ്രവർത്തകരായിരുന്നു, നല്ല കാര്യശേഷിയുള്ളവരും അതുപോലെ ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാത്തവരുമായിരുന്നു. എം.എ. ബേബി സഹാവനി എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായിട്ടൊന്നും എനിക്ക് അത്ര കൊണ്ട് പറയാനൊക്കത്തില്ല. അതേസമയം അടുക്കള ഭാഗത്തോട്ട് വരുന്നുണ്ട് വേറൊരു രീതിയാണ്. ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് ആഹാരകാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും എന്നുള്ളതേ ഉള്ളൂ. യാത്രകളിൽ NS-ന്റെ സന്തത സഹചാരിയായി. കുലശേഖരപുരത്തെ വീട് പലപ്പോഴും പാർട്ടി ക്യാമ്പുകളായി. ഇതിൻ്റെ അപ്പുറത്തെ ഒരു നല്ല ഹാളുണ്ടായിരുന്നു, ആ പോർച്ചിൻ്റെ കൂട്ട് ആ ഹാളിൽ അവർ ഇരുന്ന് ഉണ്ണുന്നതും വലിയ മേശയൊക്കെ ഇട്ടും ഞണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തല്ലിപ്പൊട്ടിച്ച് ചേട്ടൻ തല്ലിപ്പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കും. അത് ഒരു തടിയെടുത്തിട്ട് അതെല്ലാം വെട്ടി തട്ടി കാലിൻ്റെ ഇറച്ചിയൊക്കെ മുട്ട ഇറച്ചി അതൊക്കെ നല്ലതായിട്ട് അവർ കഴിക്കും. നല്ല ചീനി വടക്കേ അയ്യത്തുണ്ടാകുമായിരുന്നു, നടുവായിരുന്നു. ചീനിയൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ചീനി വീട്ടുമുറ്റത്തെ കസേരയിലിരുന്ന കാലൻ കുടയും പിടിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തെപ്പറ്റി നേതാവ് ബേബി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളോട് സംവദിച്ചു. വിദ്യാർത്ഥി കേഡറ്റുകൾക്ക് പൊതുരാഷ്ട്രീയത്തിന്റെ പാഠങ്ങൾ സഖാവ് N. ശ്രീധരൻ പകർന്നു കൊടുത്ത ഇടമാണ്. പണ്ടത്തെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അല്ലേ അമ്മേ? പഴയ മക്കളൊക്കെ ഇങ്ങോട്ടാണ് എത്തിയിരുന്നത് അല്ലേ? ഇവിടെ ആദ്യകാലത്തുള്ള പ്രവർത്തകരായിട്ടുള്ള പൈതങ്ങളെല്ലാം ഇവിടെ എത്തുമായിരുന്നു. അമ്മ ഇവിടെ കയറുമായിരുന്നോ? കമ്മിറ്റിയിലേക്ക് കയറുമായിരുന്നോ? ഞാൻ 2-3 കമ്മിറ്റിയിലേ ഉള്ളു, അതിനകത്ത് വരും. കുറെ സമ്മേളന ഓർമ്മകളാണ് ഈ മുറി. അതെ. 1985 വാഹനാപകടത്തിൽ N. ശ്രീധരൻ മരണപ്പെട്ടതിന് ശേഷവും ഈ വീട്ടിലേക്കെത്താൻ സഖാവ് M.A. ബേബി മറന്നില്ല. അദ്ദേഹം അങ്ങ് എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വാസ്തവത്തിൽ എന്നെ വല്ലാതെ അങ്ങ് പോര് തിരിച്ച പോലായിപ്പോയി. സത്യത്തിൽ എനിക്ക് അത്ര സന്തോഷം എനിക്കുണ്ടായി. കാരണം ഇവിടെ ഇരുന്നുണ്ടായാലും എൻ്റെ മോനോടൊന്ന് വിളിച്ച് പറയാമല്ലോ, മോനെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാനുള്ള ഒരു അധികാരം ഉണ്ടെന്നൊരു തോന്നൽ. ഞാൻ പറയാനും പോകുന്നില്ലൊന്നും ഇല്ലെങ്കിലും വേണ്ടി വന്നാൽ പറയാം, അത്രയേ ഉള്ളൂ. പാർട്ടിയുടെ അമരത്തേക്ക് M.A. ബേബിയുടെ പേര് മധുരയിൽ പ്രഖ്യാപിക്കുമ്പോൾ പഴയ വിദ്യാർത്ഥി നേതാവിന്റെ വളർച്ച കണ്ടറിഞ്ഞ കുലശേഖരപുരത്തെ വീട്ടിൽ ചെങ്കൊടി പാറിക്കളിക്കുന്നുണ്ട്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.